കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 35-ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് വായിക്കുന്നത്. അതിലെ ആദ്യത്തെ പാർട്ടാണ് മാനവകുലത്തിൻ്റെ ഏറ്റവും കൊടിയ പാപം. മനുഷ്യർ പരസ്പരം വെറുക്കാനായി സർപ്പം അവരിൽ വിദ്വേഷം കുത്തിവെക്കുന്നു. ഇതേ ദുഷ്ട ഉദ്ദേശത്തോടെ പരസ്പരം കൊല്ലാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രന്മാരുടെ പരമ്പരയെ ഉന്മൂലനം ചെയ്യാനായി എൻ്റെ നിശ്വാസം അയക്കുന്നു. അവർ പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് ലജ്ജാകര കൃത്യങ്ങൾ ചെയ്യും. അതിൽ ആഹ്ലാദിക്കുന്ന സർപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മനുഷ്യന് തൻ്റെ ശരീരം നൽകിയവനെതിരായുള്ള പരമമായ പാപമാണിത്. പുരുഷന്മാർ സ്ത്രീകളുമായുള്ള തങ്ങളുടെ സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയാൽ ദൈവത്തിൻ്റെ ഛായ അവരിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. അവിശ്വസ്തരായിരിക്കാനും വശീകരിക്കപ്പെടാനും നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് പിശാചാണെന്ന് ഓർക്കുക. അതുവഴി അവൻ അവരെ കൊലപാതകികളും കള്ളന്മാരും കവർച്ചക്കാരുമാക്കി മാറ്റുന്നു. ഏറ്റവും ലജ്ജാകരമായ അതിക്രമവും ഏറ്റവും മ്ലേച്ഛമായ പാപവുമായ സ്വവർഗഭോഗത്തിലേക്കും അവൻ അവരെ നയിക്കുന്നു. ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ദൈവിക നിയമത്തിൻ്റെ സാധുത ലംഘിക്കപ്പെടുകയും സഭ ഒരു വിധവയെപ്പോലെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങളെ, എല്ലാ തരത്തിലുമുള്ള മഹാമാരികളും ഈ ഭൂമിക്കായി കരുതി വച്ചിരിക്കുന്നു. ഈ മഹാമാരികളും ദുരിതങ്ങളും ഈ നാളുകളിൽ തന്നെ വരും. എൻ്റെ കുഞ്ഞുങ്ങളെ, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസാധാരണമായ പ്രതിഭാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കേണ്ടതിന് ഇതാ നിങ്ങൾക്കിപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സമയം വളരെ അകലെയല്ല എന്ന് ഞാൻ ഉറപ്പായും പറയുന്നു. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മറ്റൊരു മഹാമാരി ഉണ്ടാകും, 1 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു മഹാമാരി. അതുവഴി ആയിരക്കണക്കിന് മനുഷ്യർ നശിപ്പിക്കപ്പെടും. അതിക്രമത്തിൻ്റെ കാലം തുടങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കാൻ തയ്യാറാകാത്തവർക്കും എൻ്റെ സന്ദേശങ്ങളിൽ വിശ്വസിക്കാത്തവർക്കും ദുരിതം. ഈ പ്രതിസന്ധിക്ക് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തന്നെ അനേകം ആത്മാക്കൾ പിശാചിനാൽ ആവസിക്കപ്പെടും. കുറച്ചു പേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ലോകത്തിന് ഭയം കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും.